ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള മലബാർ നെയ്പത്തിരിയുടെ റെസിപ്പിയാണ്. ഇത് അരി അരച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. നമ്മളിവിടെ സാധാരണ അരിപ്പൊടി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അരി അരക്കാനോ പുട്ടുപൊടിയോ ഒന്നും ഇതിന് ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടി നമ്മൾ പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പൊടി തന്നെയാണ്. അപ്പോൾ ഇതിൽ തരി ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതിനായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. തരിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ റവ ചേർക്കുന്നത്. ഒരുപാട് റവ ചേർക്കരുത്. ഒരു ഗ്ലാസ്സിന് 2 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിൽ ചേർത്താൽ മതി. ഇനി കുറച്ച് തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി, അതുപോലെ വലിയ ജീരകം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഇവിടെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് ചതക്കാനുള്ളതുകൊണ്ട് തന്നെ. ചിരകി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 3-4, അതിൽ കൂടുതൽ ആവേണ്ട ആവശ്യമില്ല. ഇനി ഒരു ചെറിയ ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വലിയ ജീരകമാണ് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ചിലർ ചെറിയ ജീരകം ഇങ്ങനെ ചതച്ചെടുക്കാറുണ്ട്. അതിനേക്കാളും ടേസ്റ്റ് വലിയ ജീരകമാണ്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകമൊക്കെ കൂടെ ചതക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഈ ഒരു പത്തിരിക്ക് ഉണ്ടാവും. ഇനി നന്നായിട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടുവെള്ളമല്ല കേട്ടോ, നന്നായിട്ട് തിളപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ചിലരിത് പൊടി വാട്ടിയിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരി കുതിർക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി കുറച്ച് ചെറിയ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചൂടാറിയതിന് ശേഷം കുഴച്ചാൽ മതി. ചൂടോട് കൂടി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പോലെ കുഴച്ചിട്ട് നമുക്ക് സാധാരണ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറിയ ചെറിയ പത്തിരികളായിട്ട് പ്രസ്സിലൊന്ന് പരത്തിയെടുത്താൽ മതി. പ്രസ്സിൽ പരത്തണമെന്ന് ആവശ്യമൊന്നുമില്ല. ഒരു ഷീറ്റിലോ വാഴയിലോ എന്തിലെങ്കിലും കുറച്ച് എണ്ണ തടവിയിട്ടൊന്ന് പരത്തിയാലും മതി. അതൊക്കെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിവിടെ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിലെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വലിപ്പം വേണമെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കുക. കുറച്ച് കനത്തോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പത്തിരി പരത്തിയെടുക്കുക കേട്ടോ. സാധാരണ പൂരിയൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് കനം കുറച്ചിട്ടല്ല ഈ ഒരു പത്തിരി പരത്തിയെടുക്കാറുള്ളത്. ഒരു ഇത്തിരി കനത്തോട് കൂടി തന്നെയാണ് പത്തിരി പരത്തേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ പ്രസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങോട്ട് അമർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം പരത്തി വെക്കേണ്ട ആവശ്യമില്ല. ഓരോന്നിങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് പരത്തിയെടുത്താൽ മതി. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണയിലോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ തന്നെ ചൂടായിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യരുത്. നന്നായിട്ട് ചൂടായിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഒരിക്കലും തീ കുറച്ച് വെക്കരുത്. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്കിതുപോലെ തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നല്ല ചൂട് വേണം ഓയിൽ, എന്നാലേ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ എണ്ണയൊന്നും ഒട്ടും തന്നെ കുടിക്കൂല. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയാൽ മതി. ബാക്കിയുള്ള ഓയിലൊക്കെ അതങ്ങോട്ട് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ പൊരിച്ചത് അങ്ങനെ ടിഷ്യൂലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. എന്നാലും പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ജീരകത്തിൻ്റെ ഉള്ളിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് എന്ത് കറീൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ബീഫായാലും ചിക്കനായാലും ഒക്കെ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കറീൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഇനി കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ അരിപ്പൊടി ഉണ്ടായാൽ മതി വീട്ടിൽ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് പുട്ടുപൊടി വേണമെന്നോ അല്ലെങ്കിൽ അരിഞ്ഞി വെള്ളത്തിലിട്ട് അത് അരച്ചുണ്ടാക്കണമെന്നോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും അരിപ്പൊടി എപ്പോഴായാലും ഉണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഓയിലൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ടിഷ്യൂലിട്ട് വെച്ചുകൊണ്ട് തന്നെ ഓയിലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.